അങ്ങനെ 2025 എത്തി. പുതുവർഷത്തിലെ ആഘോഷങ്ങളിലാണ് നാം എല്ലാവരും. അതിനിടയിലാണ് ചില ആശങ്കകൾ കൂടെ നിലനിൽക്കുന്നത്. അതായത് ഈ ദിവസങ്ങളിൽ ഏറെ ചർച്ചയായ വിഷയമാണ് ലോകാവസാനമാണോ വരുന്നതെന്ന്. സത്യമാണോ ഈ പറയുന്നതൊക്കെ? ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് ചിന്തിക്കാറില്ലേ? കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നാം കോവിഡും പ്രളയവും എല്ലാം അതിജീവിച്ച് മുന്നേറുകയാണ്. എന്നാൽ അതിലും ആശങ്കയിലാണ് ഇന്ന് മനുഷ്യർ. എന്നാൽ ഈ ആശങ്കകളെല്ലാം മാറ്റാൻ ചില പഠനങ്ങളും പുറത്തു വരുന്നുണ്ട്. അതായത് ഏതാനും ലക്ഷം വർഷങ്ങൾ കൂടി ഈ പ്രപഞ്ചത്തിന് ആയുസ്സുണ്ടെന്ന് പുതിയ പഠനം പറയുന്നു. എങ്ങനെയാണ് ലോകാവസാനം എന്ന് അറിയാമോ? നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിച്ച ഭീമാകാരമായ പൊട്ടിത്തെറിയിലൂടെ ഒരു ദിവസം പ്രപഞ്ചം ഇല്ലാതാകുന്നതാണോ ലോകാവസാനം? എന്നാൽ അങ്ങനെയല്ല എന്നാണ് കണ്ടെത്തൽ. അതായത് ലോകാവസാനത്തിന് സാക്ഷ്യം വഹിക്കാൻ ജീവിവർഗങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകില്ല. കാരണം നശിച്ചുപോയ നക്ഷത്രങ്ങളും അവശിഷ്ടമായ തമോഗർത്തങ്ങളും മാത്രമാകും പ്രപഞ്ചത്തിന്റെ അവസാനത്തിൽ ഉണ്ടാകുക എന്നാണ് പറയപ്പെടുന്നത്. ആ ഒരു സാഹചര്യത്തിൽ പ്രകാശത്തിന് പോലും പുറത്തു കടക്കാനാകാത്ത അവസ്ഥയായിരിക്കും ഉണ്ടാവുക. പ്രകൃതി പോലും നശിച്ചു പോകുന്ന സാഹചര്യത്തിൽ ഒരു തരമ്പ് പോലും ഊർജം അവശേഷിക്കാത്തതിനാൽ ഇവിടെ പുതുതായി ഒന്നും ഉണ്ടാകില്ല. അതായത് നമ്മുടെ സുന്ദരമായ പ്രപഞ്ചം പതിയെ ഇരുണ്ടതായി മാറുമെന്നും പറയുന്നു. അങ്ങനെ വെള്ളക്കുള്ളൻ നക്ഷത്രങ്ങൾ പോലും കറുത്ത കുള്ളന്മാരായി മാറുമെന്നാണ് പറയുന്നത്. പിന്നീട് വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്നും പഠനം സൂചിപ്പിക്കുന്നു. ഭയം വേണ്ട കേട്ടോ, ഇതൊക്കെ നടക്കുന്നത് ഇനിയും ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ്. പക്ഷേ ആശങ്ക വേണം. കാരണം പ്രകൃതിയിലെ മാറ്റങ്ങൾ സൂചിപ്പിക്കുന്നത് അതിനായുള്ള പ്രവർത്തനങ്ങൾ പ്രപഞ്ചത്തിൽ തുടങ്ങിയെന്നാണ്. അതായത് ഇന്നത്തെ കാലാവസ്ഥയിലെ മാറ്റങ്ങൾ അതാണ് പറയുന്നത്. പ്രപഞ്ചത്തിന്റെ താപമരണമായിരിക്കും സംഭവിക്കുക. താരപഥങ്ങളും തമോഗർത്തങ്ങളും ഇല്ലാതാകും വരെ പ്രപഞ്ചത്തിൽ പൊട്ടിത്തെറികൾ തുടരുമെന്നും പറയുന്നുണ്ട്. ലോകാവസാനത്തെക്കുറിച്ച് വിവിധ മതങ്ങളുടെ ഗ്രന്ഥങ്ങളിലും വിശ്വാസങ്ങളിലും പറയുന്നുണ്ട്. ഭൂമിയുടെ അവസാനം എന്നാൽ ഒരു ചിഹ്നഗ്രഹത്തിന്റെ പതനമായിരിക്കുമെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്. അതായത് ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയുമായി കൂട്ടിയിടിച്ച് കാര്യമായ പരിസ്ഥിതി പ്രശ്നങ്ങൾക്കും അവസാനത്തിനും കാരണമാകുമെന്നാണ് പറയുന്നത്. എന്നാൽ സൂപ്പർ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ സംഭവിച്ചാൽ ഭൂമിയിലെ ജീവന് വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും കണ്ടെത്തലുകളുണ്ട്. കൂടാതെ മനുഷ്യന്റെ ചില പ്രവർത്തനങ്ങളുടെ ഫലമായി കാലാവസ്ഥാ വ്യതിയാനവും ഇത് ഭൂമിയുടെ നാശത്തിന് കാരണമാകുമെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെ തുടങ്ങി കുറെ കാരണങ്ങൾ ഉണ്ടെങ്കിലും ഇതൊന്നും 90% നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അതായത് ഏകദേശം 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി രൂപപ്പെട്ടതായാണ് പഠനങ്ങൾ പറയുന്നത്. പിന്നീട് ഭൂമിയിൽ നിരവധി പരിണാമങ്ങളും വലിയ മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് മനുഷ്യനുണ്ടായ കാലം മുതൽ തന്നെ ആളുകൾ ഭയക്കുന്നതാണ് ലോകാവസാനം. ഇതിനെ സംബന്ധിച്ച് മതപണ്ഡിതന്മാർ, സാധാരണക്കാർ, ശാസ്ത്രജ്ഞർ തുടങ്ങി നിരവധി ആളുകൾ പല വാദങ്ങളും പ്രവചനങ്ങളും ഉയർത്തിയിട്ടുണ്ട്. എന്തായാലും എത്രത്തോളം ശരിയുണ്ടെന്നും തെറ്റുണ്ടെന്നും പരിശോധിക്കുകയാണ് ശാസ്ത്രലോകം. എന്തായാലും പേടിക്കണ്ട, അത്ര പെട്ടെന്നൊന്നും ഈ ലോകാവസാനത്തിന്റെ കാര്യത്തിൽ തീരുമാനമാകില്ല. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.